അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുറച്ച് ഒരു 4 മാങ്ങയായിട്ട് അച്ചാറിടുക കേട്ടോ. അപ്പോൾ ഈ കൊല്ലം ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണിത്. കുറേ അതിൽ മാങ്ങ കിട്ടിയിട്ട് ഇപ്പോൾ മാങ്ങ ഇങ്ങനെ കടകളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു പോയപ്പോൾ 1 കിലോ മാങ്ങ വാങ്ങിയിട്ടോ. ഇന്ന് 2 മാങ്ങ മോന് ഉപ്പിലിടാൻ തന്നിട്ട് മാറ്റി വെച്ച് 4 മാങ്ങയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മാങ്ങ ഒക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ അച്ചാറിടട്ടോ. പിന്നെ കട്ടിംഗ് ബോർഡിന്മത്തെ കളറ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. അത് ഞാൻ ഇന്നാൾ പിന്നെ ഉണ്ണിത്തണ്ടും വാഴക്കൂമ്പും കൂടെ അരിഞ്ഞ് എമ്മത്ത് പോണില്ല കേട്ടോ. കഴുകിയിട്ട് എന്ത് പറ്റിയിട്ടും ഇപ്പോൾ അതിൻ്റെ ഒരു കളർ അതിമ്മ തന്നെ ഉണ്ട്. എങ്ങനെ പോവാന്നറിയില്ല. അപ്പോൾ നമുക്ക് ആ മാങ്ങ ഇട്ട് ഒന്ന് അച്ചാറിട്ട് കൊടുക്കട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാട്ടോ. ഇത് അതീക്കുള്ളല്ല കേട്ടോ, അത് വേറെ ഇതിക്കുള്ളതാണ്. തേങ്ങ ഒന്നും ഇതിക്കിടുന്നില്ല. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. നമുക്കിവിടെ ചെറിയൊരു മേശ ടൈമിലാട്ടോ അത് വെക്കണത്. അപ്പോൾ അധികം ആവശ്യത്തിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വേറെ സാധനത്തിൽ കരിഞ്ഞ് വെച്ചേട്ടാ. അപ്പോൾ ഇതാണ് നമ്മൾ മാങ്ങ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, പിന്നെ ഉലുവയും കടുകും പൊടിച്ചത്, വേപ്പിൻ്റെ ഇല, ഒരു അച്ചി ശർക്കര, കടുക്, കാശ്മീരി മുളക് അട്ട, പിന്നെ കായം 2 ചെറിയ കഷ്ണമുണ്ട്, ഉപ്പ്, പിന്നെ കടലെണ്ണയും നമ്മളെ എള്ളെണ്ണയും സുർക്കയും കൂടെ ഇതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. എണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. എപ്പോഴും ഏത് അച്ചാറിടുകയാണെങ്കിലും നമ്മൾ എണ്ണയിലിടണം. എണ്ണയിലിട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാറിന്. പിന്നെ വല്ലാതെ പൂപ്പും വരാത്തത് എണ്ണ കൊണ്ട് തന്നെയാണ് അച്ചാറിട്ട കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് ഇട്ട് കൊടുക്കട്ടോ. കടുകൊന്ന് പൊട്ടട്ടെ. പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്ന്. എല്ലാ അച്ചാറിനെക്കാട്ടും ടേസ്റ്റ് നമുക്ക് മാങ്ങയും നാരങ്ങയും തന്നെ അല്ലേ. വേറുള്ള അച്ചാറൊക്കെ എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും മാങ്ങക്കും നാരങ്ങക്കും ഒക്കൂലല്ലേ ഒരച്ചാറും. ഏത് ഇഷ്ടപ്പെടാത്തവരും മാങ്ങയും നാരങ്ങയും അച്ചാർ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേപ്പിൻ്റെ നല്ല പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാണ്ട്, പിന്നെ അതിൻ്റെ മുന്നായിട്ട് ഞാൻ 2 കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല, കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതൊന്നും നല്ല ഇതിൽ കിടന്ന് മൂക്കട്ടെ കേട്ടോ. നമ്മളിത് അരച്ചാണ്ട് ഫ്രീസറിൽ വെക്കണതാണ്. അപ്പോൾ ഇങ്ങനെ എന്തായാലും വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലൊന്ന് വറ്റി പോട്ടെ. എണ്ണ ആയതുകൊണ്ടിട്ട് അങ്ങനെ പതഞ്ഞ് പൊന്തണത്. നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നത്. കളറും ഉണ്ടാവും, എരിവും കുറവാകും. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാനൊക്കെയാണ് ഇത് ഉപയോഗിക്കൽ. ഈ മുളക് ഞാൻ കറിക്കൊന്നും അങ്ങനെ ഉപയോഗിക്കൽ. ചിലപ്പോൾ അങ്ങനെ കറിയൊക്കെ തൂമിക്കണ നേരത്ത് കളറ് കുറവാണെന്ന് കാണുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ 1/2 സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. നമുക്ക് ഈ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ആ മാങ്ങ ഒന്ന് നല്ല വേവിക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം. അല്ലെങ്കിൽ അച്ചൽ കണ്ടിട്ട് വെച്ചാൽ മതി. നമ്മൾ ഉപ്പും പിന്നെ മാങ്ങയും കൂടെ കുഴച്ച് 2 ദിവസം വെക്കുക എന്നുണ്ടെങ്കിൽ വേവിക്കൊന്നും വേണ്ട. നല്ല ഉപ്പും പുളിയൊക്കെ അതിന്മേൽ പിടിക്കും. അപ്പോൾ ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം മുറിച്ച പാടന്നെ ഇപ്പം ഉണ്ടാക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ഒന്നും ഇങ്ങോട്ട് നല്ല തുള്ളിച്ചാൽ മതി.
നല്ലും തുള്ളി വെന്താൽ അപ്പം തന്നെ കൂട്ടാം. അപ്പം നല്ല രസമാണ്. അപ്പം എല്ലാതും നമുക്ക് മസാലയൊക്കെ അതിനെ പിടിക്കണ മാതിരി നല്ല മറിച്ച് കൊടുക്കട്ടോ. മാങ്ങൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകളൊക്കെ നല്ല പിടിക്കട്ടെ. നമുക്ക് മാങ്ങ നുറുക്കിയെടുക്കലാണ് ഇതിൽ വലിയ പണി, അല്ലാത്തൊന്നും വലിയ പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ സുർക്ക ഇതിലേക്ക് കിടന്ന് തിളച്ചിട്ട് ഈ സുർക്കൊക്കെ ഒരു കുത്തുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഒഴിവാക്കി കൊടുക്കണം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ആ കുത്തുന്ന അത് പോയാൽ തന്നെ അച്ചാറിന് ടേസ്റ്റ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ അച്ചാർ സുർക്ക ചൂടാൻ പാടില്ല, ചൂടാറിയതിൻ്റെ ശേഷം ഇടാൻ പാടുള്ളൂ, ഒഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചാർക്ക് ഒടുക്കാണ് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിന് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സുർക്ക ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ സുർക്കൻ്റെ ആ കുത്തിന നമുക്ക് പോവും. നല്ല ടേസ്റ്റും ഉണ്ടാവും അച്ചാറിന്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും അറിയണ കേസ് തന്നെയാണ്, അറിയാത്തവരങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ആ പീസ് ശർക്കര വെച്ചുണ്ടായിരുന്നില്ലേ, അതൊന്ന് പൊട്ടിച്ചാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ശർക്കര വെച്ച് ഒരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ അതിൻ്റെ കൂടെ കിടന്നിട്ട് ഉരുകി ഇങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി സുർക്ക ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല അതിൽ കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സുർക്കയും ഈ മുളകിൻ്റെതും ഇഞ്ചും വെളുത്തുള്ളിയും എല്ലാതും കൂടെ നല്ലൊന്ന് ഇതിൽ കിടന്ന് തിളച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് കൂട്ടട്ടോ. അപ്പോൾ ഞാൻ കടുകും ഉലുവയും കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തിളക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ചേരാനുള്ളതൊക്കെ അപ്പോൾ ചേർത്ത് കഴിഞ്ഞ് ഇനി ഒന്നുമില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുപ്പിയിൽ വയ്ക്കുമ്പോൾ എണ്ണൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ മേലേക്ക് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ലൊന്ന് തിളച്ച് മറയട്ടെ കേട്ടോ. അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണ്ട, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല ഒരുവിധം സെറ്റായി വന്നിട്ട് സുർക്കൊക്കെ അതിൽ തിളച്ച് വറ്റൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ നമ്മളെ അച്ചാർ സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ അച്ചാർ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമ്മളെ ശർക്കരച്ചൊക്കെ ഒരുവിധമൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഒരു പീസും കൂടെ ഉണ്ട് കേട്ടോ അതിൽ അങ്ങനെ ഉരുകി ചേരാനുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കി. ഇതാണ് നമ്മൾ കുപ്പിയിലാക്കിയ അച്ചാർ കേട്ടോ. ഇതേ ഉള്ളൂ, 4 മാങ്ങല്ലേ, അപ്പോൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.